ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് വലിയൊരു ബിൽഡിങ്ങിൻ്റെ അത്യാവശ്യം നല്ല രീതിയിൽ വരുന്ന സ്ക്വയർ ഫീറ്റ് വരുന്ന ഏരിയയിൽ 10-20 വരുന്ന വീടുകൾ വരുന്ന വലിയൊരു ബിൽഡിങ്ങിൻ്റെ നമ്മൾ വാട്ടർ ടാങ്കിൻ്റെ സിസ്റ്റം ചെയ്തിരിക്കുന്ന രീതിയാണ് ഞാൻ ജസ്റ്റ് നിങ്ങളെ കാണിക്കുന്നത്. അപ്പോൾ ആദ്യമേ തന്നെ നമ്മൾ എല്ലാം കൊടുത്തിരിക്കുന്നത് CPVC പൈപ്പുകളാണ് കൊടുത്തിരിക്കുന്നത്. CPVC പൈപ്പുകളാണ് മൊത്തം ചെയ്തിരിക്കുന്നത്. വർഷങ്ങളോളം നമുക്ക് ഈട് കാര്യങ്ങൾ കിട്ടുന്നത്. അതിനുള്ള CPVC പൈപ്പ് വന്നതിന് ശേഷം ഏറ്റവും മുകളിൽ നമ്മൾ വലിയൊരു ടാങ്കാണ് കൊടുത്തിരിക്കുന്നത്. അതിനുശേഷം അതിൽ നിന്ന് സെപ്പറേറ്റ് പൈപ്പുകളെല്ലാം വന്നിരിക്കുന്നത് കാണാൻ സാധിക്കും. അപ്പോൾ ആ പൈപ്പുകളെല്ലാം തന്നെ നീറ്റായിട്ട് ക്ലാമ്പ് ചെയ്ത് ആണ് ചെയ്തിരിക്കുന്നത്. അത് യാതൊരു തടസ്സമോ കാര്യങ്ങളോ കൂടാത്ത രീതിയിൽ തന്നെ നമുക്ക് സൈഡിലുള്ള വാളുകൾ കണ്ടോ അതിലൂടെ തന്നെ ക്ലാമ്പ് ചെയ്ത് ആണ് കൊണ്ടുപോയിരിക്കുന്നത്. അപ്പം നമ്മൾ CPVC പൈപ്പ് ഉപയോഗിച്ചിട്ടുണ്ട്. അതുകൂടാതെ തന്നെ വാട്ടർ ലൈനിലേക്ക്, അതായത് നമ്മുടെ മോട്ടറിൻ്റെ പൈപ്പ് ഓൾറെഡി ഇതിലേക്ക് വരുന്ന പൈപ്പുകളും എല്ലാം ഇതിലേക്ക് നമ്മൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ വയർ ആൻഡ് സേഫ്റ്റിയുടെ ഓൾറെഡി അവർ കാണാൻ സാധിക്കും നിങ്ങൾക്ക്. അപ്പോൾ നമ്മൾ CPVC പൈപ്പുകളെല്ലാം കൊടുത്തിരുന്ന ട്രാക്ക് കാര്യങ്ങളൊക്കെ അടിച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ വർഷങ്ങളോളം നമുക്കിത് സേഫ്റ്റി ആയിട്ട് യാതൊരു വിഷയങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത രീതിയിലാണ് ചെയ്ത് ക്ലിയർ ചെയ്തിരിക്കുന്നത്. അപ്പം ഞാൻ ജസ്റ്റ് നിങ്ങളെ കാണിച്ചു തരാം. ആദ്യമേ തന്നെ കണ്ട അതിൻ്റെ മേളിൽ ഏറ്റവും ടോപ്പിൽ നിന്നും ടാങ്കിൽ നിന്ന് ഇറങ്ങുന്ന 2 വാൽവുകളാണ് കൊടുത്തിരിക്കുന്നത് ഓരോ സെക്ഷനിലേക്ക്. അതായത് ഒരു ഏരിയയിൽ കുറച്ച് വീടുകളുണ്ട്, തൊട്ടുപുറത്തെ ഏരിയയിൽ 2 സെക്ഷനായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. റൈറ്റ് സൈഡിലേക്ക് ലെഫ്റ്റ് സൈഡിലേക്ക് സെപ്പറേറ്റ് 2 പൈപ്പുകൾ പോകുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. 2 CPVC പൈപ്പ് ഇറങ്ങി, അതായത് ആ ഒരു ഐവറി കളർ കാണുന്നതാണോ അതാണ് CPVC പൈപ്പ്. അത് ഒരു സെക്ഷനിലേക്ക് ഒരു പൈപ്പ് പോവും, ഒരു സെക്ഷനിലേക്ക് വേറൊരു പൈപ്പ് പോവും. അങ്ങനെയാണ് കൊണ്ടുപോയിരിക്കുന്നത്. അതെല്ലാം തന്നെ ക്ലാമ്പ് ചെയ്തിട്ടാണ് കൊണ്ടുപോയിരിക്കുന്നത്. കാരണം യാതൊരു തടസ്സമോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത രീതിയിൽ. അതിനുശേഷം ഇതിൽ നിന്നും ബ്രാഞ്ച് ചെയ്ത് ഓരോ നിലകളിലുള്ള വീടുകളിലേക്ക് ഏകദേശം 15ഓളം വീടുകളാണ് ഓൾറെഡി ഇതിൻ്റെ അകത്ത് ഉള്ളത്. അപ്പാർട്ട്മെൻറ്റ് സിസ്റ്റമാണ്. അപ്പോൾ അതിലേക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തിരിക്കുന്നത്. ഇനി ഞാൻ ജസ്റ്റ് നിങ്ങളെ കാണിച്ചു തരാം ഈ പൈപ്പ് എങ്ങനെ ക്ലാമ്പ് ചെയ്ത് കൊണ്ടുപോയിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. നമ്മൾ സാധാരണ പോലെ തന്നെ നമ്മൾ ആങ്കർ ബോൾട്ട് കാര്യങ്ങളെല്ലാം ഉറപ്പിച്ചതിന് ശേഷം യു ബോൾട്ടോ അല്ലെങ്കിൽ ജെ ബോൾട്ടോ ഉപയോഗിച്ചിട്ടാണ് നമ്മളിവിടെ ടൈറ്റ് ചെയ്തിരിക്കുന്നത്. എല്ലാം തന്നെ നീറ്റായിട്ട് ചെയ്തിരിക്കുന്നു. അതിനുശേഷം നമ്മൾ കണ്ടോ ഈ ഏരിയകളിൽ, അപ്പോൾ അത് വ്യക്തമായിട്ട് നിങ്ങൾ കാണിച്ചു തരാം. ആദ്യമേ തന്നെ നമ്മൾ വെൽഡ് ചെയ്ത് ക്ലാമ്പ് കാര്യങ്ങളെല്ലാം തന്നെ ആങ്കർ ബോൾട്ട് ഉപയോഗിച്ച് ഭിത്തിയിൽ ഉറപ്പിച്ചിരിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അതിനുശേഷം ഒരു ഗ്യാപ്പ് വരുന്ന രീതിയിൽ ആ ഗ്യാപ്പിലിട്ട് നമ്മൾ യു ബോൾട്ട് ഇട്ട് ടൈറ്റ് ചെയ്യുകയാണ് ചെയ്തിരിക്കുന്നത്. യു ബോൾട്ട് നെറ്റ് ബോൾട്ട് ഇട്ട് ടൈറ്റ് ചെയ്ത് കറക്റ്റ് ചെയ്തിരിക്കുകയാണ് ചെയ്യുന്നത്. കാരണം വേറെ ഒന്നുമില്ല, അത്രയും വെള്ളം ലോഡ് വരുന്ന സമയത്ത് നല്ല വെയിറ്റ് ആയിരിക്കും വരുന്നത്. അപ്പോൾ വെയിറ്റ് താങ്ങുന്ന രീതിയിൽ വേണം നമ്മുടെ ബോൾട്ട് കാര്യങ്ങൾ സെറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു 15 വീടുകളോളം വരുന്നുണ്ട്. നല്ലൊരു സൂപ്പർ മാർക്കറ്റും വരുന്നുണ്ട്. അതിലെല്ലാ ലെവലിലേക്കും വെള്ളം കിട്ടുന്ന രീതിയിൽ പ്രഷർ പമ്പ് കാര്യങ്ങൾ ഓൾറെഡി വരുന്നുണ്ട്. അതെല്ലാം കൂടി സെറ്റ് ചെയ്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നല്ല രീതിയിൽ തന്നെ വർക്ക് കാര്യങ്ങൾ CPVC ഉപയോഗിച്ച് ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം നല്ല കോസ്റ്റ്ലി വന്നിരിക്കുന്ന എമൗണ്ട് കോസ്റ്റലായിട്ട് വന്നിരിക്കുന്ന രീതിയിൽ തന്നെയാണ്, പ്രൊഫഷണൽ വർക്ക് രീതിയിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കമൻറ്റ് ചെയ്താൽ മതി. ഇതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ, അതായത് എന്തൊക്കെ പൈപ്പുകൾ ഇങ്ങനെയുള്ള അലൈൻമെൻറ്റുകളാണ്, എത്രയുള്ള സൈസുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് അറിയണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്താൽ മതി. നമുക്ക് അതിനെക്കുറിച്ചൊരു ഡീറ്റെയിൽ വീഡിയോ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളുടെ ഇൻട്രസ്റ്റ് അനുസരിച്ചിട്ടായിരിക്കും നമുക്ക് അടുത്ത വീഡിയോ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. എന്നാലേ നമുക്ക് ഇതുപോലുള്ള ഇൻഫർമേറ്റീവ് വീഡിയോസ് ചെയ്യാനുള്ളൊരു മോട്ടിവേഷൻ ലഭിക്കുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.